കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 8 യൂണിറ്റ് 2 ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Let's read. Doesn't the story of Pandora remind us of the importance of hope in the face of adversity? Face of adversity എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഈ ചോദ്യം? പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് പ്രത്യാശ കൈവിടാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ പാൻഡോരയുടെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, അല്ല കഥ നിങ്ങൾക്ക് നൽകുന്നില്ലേ എന്നാണ് ഇവിടെ ഒരു ചോദ്യം. ഹാസ് ഹോപ്പ് എവർ ഹെൽപ്ഡ് യു ഇൻ ഹാർഡ് ടൈംസ്? നിങ്ങളുടെ പ്രയാസവേളകളിൽ ഹോപ്പ്, അതായത് പ്രത്യാശ എപ്പോഴെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഐഡിയ ഫർദർ ഇൻ എമിലി ഡിക്കൻസൺസ് പോയം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അതായത് എമിലി ഡിക്കൻസന്റെ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പദ്യത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യമൊന്ന് കണ്ടെത്താം. ഈ പാഠം ഒരു കവിതയാണ്. അപ്പം ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിന്റെ കവിയത്രിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവരുടെ പേര് എമിലി ഡിക്കിൻസൺ. ഓക്കെ, ഇവരെ ജീവിച്ച കാലയളവ് 1830 മുതൽ 1886 വരെ, 56 years, 56 വയസ്സ് അവർ മരിച്ചു. വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, ഒരു അമേരിക്കൻ കവയത്രി ആയിരുന്നു. വിത്ത് ആൻ യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് സ്റ്റൈൽ, അതായത് അതുല്യവും നൂതനവുമായ ശൈലിയായിരുന്നു ഇവരുടെ എഴുത്തിന്. ബോൺ ഇൻ മാസച്യൂസെറ്റ്സ്, ഷീ ലിവ്ഡ് മച്ച് ഓഫ് ഹെർ ലൈഫ് ഇൻ സൊല്യൂഷൻ. അതായത് അമേരിക്കയിലുള്ള സ്ഥലമാണ് ഈ മാസച്യൂസെറ്റ്സ്. അവരവിടെയാണ് ജനിച്ചത്. പക്ഷേ ജീവിതത്തിലെ ഭൂരിഭാഗം സമയം ഏകാന്തതയിലാണ് ഇവർ കഴിഞ്ഞത്. അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഏകാന്തതയിലാണ് കഴിഞ്ഞത്. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. ഇവർ 1800 പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ഇവരുടെ ജീവിതകാലത്തിൽ. പക്ഷേ ഇവർ ജീവിച്ചിരിക്കുമ്പോൾ വളരെ കുറച്ചു കവിതകൾ മാത്രമേ പ്രസിദ്ധീകരിച്ചുള്ളൂ. Her poems explore the themes of death, immortality, nature and human nature. ഇവരുടെ കവിതകളുടെ പ്രധാന വിഷയങ്ങൾ ഒന്ന് മരണം, ഡെത്ത്. ഓക്കെ, അടുത്തത് ഇമ്മോർട്ടാലിറ്റി, അനശ്വരത. പിന്നെ നേച്ചർ, പ്രകൃതി. പിന്നെ ഹ്യൂമൻ നേച്ചർ, മനുഷ്യ സ്വഭാവം. ഹെർ മോസ്റ്റ് ഫേമസ് പോയംസ് ഇൻക്ലൂഡ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഒന്ന്. ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈ, രണ്ട്. ആൻഡ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. അപ്പം ഈ 3 കവിതകളാണ് ഇവരുടെ പ്രസിദ്ധമായ കവിതകൾ. ഇവർ എഴുതിയതിൽ വെച്ച് പ്രസിദ്ധമായ കവിത ഈ 3 ഈ കവിതയുടെ ഹെഡിങ് എന്താണ്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പ്രത്യാശ എന്നത് തൂവലുകൾ ഉള്ള ഒരു വസ്തുവാണ്, അതായത് പക്ഷിയാണെന്നർത്ഥം. അപ്പം പ്രത്യാശയെ പക്ഷിയോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ and sings the tune without the words and never stops at all. അതായത് പ്രത്യാശ ചിറകുകൾ ഉള്ള ഒരു വസ്തുവാണ്. അത് ആത്മാവിൽ ചേക്കേറുന്നു. പേർച്ചസ് എന്ന് പറഞ്ഞാൽ ചേക്കേറുന്നു. സോൾ, ആത്മാവ്, ആത്മാവിൽ ചേക്കേറുന്നു. വാക്കുകളില്ലാതെ ഈണം പാടുന്നു, ഒരിക്കലും നിലയ്ക്കുന്നില്ല. നെവർ സ്റ്റോപ്സ്. അപ്പോൾ ഈ 4 വരികളുടെ ഒരു വിശദീകരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. അതായത് പ്രത്യാശ എന്നത് തൂവലുകളുള്ള ഒരു സാധനമാണ്, അതായത് പക്ഷിയോട് ഉപമിക്കുന്നു. അത് കാരണം എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാൻ അല്ലെങ്കിൽ പറന്നുയരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന്. ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ, അത് അന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്, വേറെ എവിടുന്ന് നമുക്ക് കിട്ടുന്നതല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു പ്രയാസം വരുമ്പം നമ്മൾക്ക് പ്രത്യാശ ഉണ്ടാവുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ പ്രയാസവേളകളിൽ ഒരു മൗനമായ ഒരു ഈണം പുറപ്പെടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്നു. അതുകൂടാതെ അതൊരിക്കലും നിലയ്ക്കുന്നില്ല, ഓക്കെ, നിന്ന് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. നമുക്ക് ഈ 4 വരികളുടെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ്. ഈ വരി എന്താ പറയുന്നത് പറഞ്ഞാൽ ഇൻ ദ ഗെയിൽ എന്ന് പറഞ്ഞാൽ
ഗെയിൽ എന്ന് പറഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ്. ഓക്കെ, അപ്പം ഇവിടെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയാണ്. അപ്പോൾ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയുടെ ആ ഈണം, അതായത് ആദ്യത്തെ ഇതിൽ പറഞ്ഞ ട്യൂൺ, ആ ഈണം വളരെ മനോഹരമായിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. അതാണ് സ്വീറ്റസ്റ്റ് ഈസ് ഹേർഡ്, വളരെ മനോഹരമായിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. And sore must be the storm that could abash the little bird that kept so many warm. ഇവിടെ അബാഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ഹിൻഡ്രൻസ്, തടസ്സം. അപ്പം ദാറ്റ് കെപ്റ്റ് സോ മെനി വോം, അനേകർക്ക് ആന്തരികമായ ധൈര്യവും ആശ്വാസവും നൽകിയ ദ ലിറ്റിൽ ബേർഡ്, അതായത് ആ പ്രത്യാശ. ആ പ്രത്യാശക്ക് ഒരു തടസ്സം വരികയാണ്, ഹിൻഡ്രൻസ്, അബാഷ്, തടസ്സം വരികയാണ്. എന്താണ് കാരണം? സോർ മസ്റ്റ് ബി ദ സ്റ്റോം. ദ സ്റ്റോം എന്ന് പറയുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളും. സോർ എന്ന് പറഞ്ഞാൽ തീവ്രമായിരിക്കണം. അപ്പൊ ദുരിതങ്ങളും പ്രയാസങ്ങളും അത്ര തീവ്രമായത് കൊണ്ടാണ് ആ പ്രത്യാശക്ക് ഒരു തടസ്സമായി വരുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിട്ട് പോലും നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് കാരണം? ആ പ്രയാസങ്ങൾ അതിതീവ്രമായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നുണ്ട്. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലം. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകാന്തത, വിഷാദം, സന്തോഷമില്ലായ്മ എന്നൊക്കെയാണ്. അങ്ങനത്തെ സാഹചര്യം അവിടെ കാണുന്നുണ്ട്. പിന്നെ സ്ട്രേഞ്ചസ്റ്റ് സീ, അതായത് വളരെ അപകടം നിറഞ്ഞ സമയം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അതാണ് സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും പ്രയാസകരവുമായ സാഹചര്യങ്ങളിലെല്ലാം ഈ പ്രത്യാശയുടെ ആശ്വാസം നൽകുന്ന ഈണം ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അതായത് കഠിനമായ സാഹചര്യം, ഏറ്റവും കഠിനമായ സാഹചര്യത്തിൽ, എക്സ്ട്രീമിറ്റി, ആ സമയത്ത് പോലും നമ്മളുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട്, അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവിടെ പറയുന്നു നെവർ ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ക്രംബ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. എന്നോട് കുറച്ച് ഭക്ഷണം പോലും ചോദിച്ചില്ല. കാരണം ഈ പ്രത്യാശയെ ഒരു പക്ഷിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പക്ഷി ഒരു ഉപകാരം ചെയ്യുന്ന പോലെയാണ്. അപ്പം ആ ഉപകാരത്തിനായിട്ട് പകരമായിട്ട് കുറച്ച് ഭക്ഷണം പോലും ചോദിച്ചില്ല. അപ്പോൾ ഈ പ്രത്യാശ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് തീർത്തും ഓരോ വ്യക്തിക്കും അത് സൗജന്യമാണ്. ഓക്കെ സ്റ്റുഡൻസ്, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം.